ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ. അപ്പൊ ഗൈസ്, ഈ കല്ലും തൂക്കി പോണവര് വേറെ ആരുമല്ല, നമ്മുടെ കോളേജിലെ നമ്മുടെ പിള്ളേർ. നാളെ ക്രിസ്മസ് പ്രോഗ്രാംസിന്റെ കലാശക്കൊട്ടായതുകൊണ്ട് ഇന്ന് കോളേജിൽ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ നമ്മുടെ കോളേജിൽ പുൽക്കോട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് രണ്ടാക്കുമ്പോൾ പോയി കണ്ടിട്ട് വരാം. നാളെ ക്രിസ്മസ് പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പാടെ ഇന്ന് തന്നെ പുൽക്കോടിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ ഏകദേശം കഴിയാറായി. നമ്മുടെ കോളേജിലെ മെയിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യും. കല്ല് തൂക്കി പോണതും ഇതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ എന്തിലെങ്കിലും ചേർന്ന് പറഞ്ഞാൽ അതിന്റെ 100% എഫേർട്ടും അതിൽ ഇടണം എന്നാണ്. എല്ലാ കഷ്ടപ്പാടും നമുക്ക് ഓരോരുത്തരിലും കാണാൻ പറ്റും. ഇങ്ങനെ ചില സാഹചര്യങ്ങളിലാണ് ക്ലാസ്സിൽ ഒരു മുക്കിലിരിക്കുന്ന കുട്ടികളുടെ കഴിവടക്കം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ തോന്നുന്നു നമ്മളൊന്നും ഒന്നും അല്ല. പിന്നെ നമ്മൾ നമ്മളുടെ ആത്മവിശ്വാസം കളയാണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. എന്തായാലും ഇവിടെ തകൃതിയായിട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കും. ഈ രണ്ടെണ്ണം നമ്മളെ തപ്പി പോകേണ്ടതും അങ്ങനെ യൂട്ടേൺ അടിച്ചു. നാളെ ക്രിസ്മസ് പ്രോഗ്രാമിന്റെ കലാശക്കൊട്ടായതുകൊണ്ട് തന്നെ ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കോളേജിലെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ആര് പരിപാടി നടത്തുകയാണെങ്കിൽ അവിടെ ഫുൾ പാർട്ടിസിപ്പേഷൻ എല്ലാവരുടെ വകയും. പരിപാടി അടിപൊളിയാക്കി കയ്യിൽ കൊടുക്കും എന്ന് ചുരുക്കം. നാളത്തെ പരിപാടിന്റെ നെയിം റിവീലാണ് എസ്പെറാൻസ. പിന്നെ നമ്മളെ ആൾക്കാർ തിരിച്ചറിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വലിയ തോതിലല്ലെങ്കിലും ചെറിയ തോതിൽ. എന്താണെങ്കിലും ഇതൊക്കെ നമുക്കൊരു സന്തോഷം. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫ്രീ പീരീഡ് ആയി. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഇരുന്ന് ഞങ്ങൾ റെഡ് ഹാൻഡ് കളിച്ചു. ഗെയിം കഴിഞ്ഞപ്പോഴേക്കും ഒക്കത്തിന്റെയും കൈ റെഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാവണല്ലേ റെഡ് ഹാൻഡ് എന്നുള്ള പേരൊക്കെ വന്നിട്ടുണ്ടാവുക. എന്താണെങ്കിലും നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ അങ്ങോട്ട് നല്ല ഒരുങ്ങി കുട്ടപ്പി ആയിട്ടുണ്ട്. വുമൻസ് കോളേജ് ആണ്, അതുകൊണ്ടാണ് കുട്ടപ്പി. ട്രീ കഴിഞ്ഞാൽ ക്രിസ്മസ് അപ്പൂപ്പൻ വേണല്ലോ. നമ്മുടെ സാന്റാസ് അപ്പോ കരോളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇത്രയുള്ളൂ. നാളെ ഒരു അടിപൊളി കോളേജിലെ ക്രിസ്മസ് വ്ലോഗ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.